Next we are going to discuss Bragg's diffraction. മുന്നത്തെ ടോപ്പിക്ക് രാമൻനാഥ് ഡിഫ്രാക്ഷനിൽ നമ്മൾ ഇതിൻ്റെ അപ്പർച്ചർ സെറ്റപ്പൊക്കെ എങ്ങനെയാണെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മളൊരു സെല്ലെടുത്ത് അതിൽ ഒരു മീഡിയം എടുത്തിട്ട് അതിൽ ഒരു അക്വസ്റ്റിക് വേവ് ഇമ്പോസ് ചെയ്ത് ഒരു ലേസർ ഒരു സോഴ്സ് ലൈറ്റ് വെച്ച് ഇൻസിഡൻറ്റ് ചെയ്യിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ഡിഫ്രാക്ഷൻ പാറ്റേൺസ് കിട്ടുന്നത്. സോ അതേ ഒരു സെറ്റപ്പ് തന്നെയാണ് ബ്രാഗ്സ് ഡിഫ്രാക്ഷനിലും വരുന്നത്. പക്ഷേ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ബ്രാഗ്സ് ഡിഫ്രാക്ഷനിൽ നമുക്ക് സിംഗിൾ ഓർഡർ ഡിഫ്രാക്ഷനാണ് കിട്ടുന്നത്, പിന്നെ അവിടെ വോളിയം ഗ്രേറ്റിംഗ് ആണ് സംഭവിക്കുന്നത്. ഇതൊക്കെയാണ് ബേസിക്കായിട്ട് രാമൻനാഥ് ഡിഫ്രാക്ഷനിൽ നിന്ന് ബ്രാഗ്സ് ഡിഫ്രാക്ഷനുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. സോ ബ്രാഗ്സ് ഡിഫ്രാക്ഷൻ ബ്രാഗ്സ് ഡിഫ്രാക്ഷനിൽ നമുക്ക് സിംഗിൾ ഓർഡർ ഡിഫ്രാക്ഷനാണ് കിട്ടുന്നത്. ഇവിടെ വോളിയം ഗ്രേറ്റിംഗ് ആണ് സംഭവിക്കുന്നത്. ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എൽ എന്ന് പറയുന്നത് ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ ലാംഡ സ്ക്വയർ n0 ഡിവൈഡഡ് ബൈ 2π ലാംഡ 0. അപ്പോൾ ഇവിടെ നമ്മൾ ഇസഡ് ഡയറക്ഷനിൽ ഒരു അക്വസ്റ്റിക് വേവ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആൻ അക്വസ്റ്റിക് വേവ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ ദ ഇസഡ് ഡയറക്ഷൻ, അക്വസ്റ്റിക് വേവ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ ഇസഡ് ഡയറക്ഷൻ ഈസ് കൺസിഡേർഡ്. ഇത് അവിടെ ഒരു പീരിയോഡിക് ഇതൊരു മീഡിയത്തിലുള്ളൊരു കേസാണ് നമ്മൾ പറയുന്നത്. ഇസഡ് ഡയറക്ഷനിൽ നമ്മളൊരു അക്വസ്റ്റിക് വേവ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പീരിയോഡിക് സ്ട്രെയിൻ ഉണ്ടാകും. ആ പീരിയോഡിക് സ്ട്രെയിൻ എന്ത് കോസ് ചെയ്യും? പീരിയോഡിക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കോസ് ചെയ്യും. ആ ലൈറ്റ് വന്ന് വീണ് കഴിയുമ്പോൾ അത് പീരിയോഡിക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗ്രേറ്റിംഗ് ആയിട്ട് മാറും. പീരിയോഡിക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗ്രേറ്റിംഗ് അവിടെ ഹാപ്പൻ ചെയ്യും. സോ ഈ മീഡിയത്തിൻ്റെ ഡൈഇലക്ട്രിക് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്, അതായത് ആ മീഡിയത്തിൽ കൂടി ഫീൽഡിന് പാസ് ചെയ്യാനുള്ള അതിൻ്റെ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് ഡൈഇലക്ട്രിക് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് എപ്സിലോൺ യു ആണ്. ഇനി ഈ വേവ് ഇമ്പോസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അതിൻ്റെ ഡൈഇലക്ട്രിക് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് എപ്സിലോൺ ആണ്. അപ്പോൾ ഡൈഇലക്ട്രിക് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ഒള്ളി എന്ന് പറയുന്നത് എപ്സിലോൺ യു ആണ്. ഇനി വേവ് ഇൻക്ലൂഡിങ് ദ വേവ് എന്ന് പറയുന്നത് എപ്സിലോൺ യു പ്ലസ് ഡെൽ എപ്സിലോൺ സൈൻ ഒമേഗ ടി മൈനസ് കെ ഇസഡ്. ഇതാണ് ഇൻക്ലൂഡിങ് ഡൈഇലക്ട്രിക് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ഇൻക്ലൂഡിങ് ദ വേവ്. Epsilon is equal to epsilon u plus an additional time del epsilon plus del epsilon into sin omega t minus kz. ഈ ഒമേഗ ടി ഡെൽ എപ്സിലോൺ സൈൻ ഒമേഗ ടി മൈനസ് കെ ഇസഡ് എന്ന് പറയുന്ന ടേം അക്വസ്റ്റോ ഒപ്റ്റിക് ഇൻട്രാക്ഷൻ മൂലമാണ് ഉണ്ടാകുന്നത്. അതായത് മീഡിയം ആയിരുന്നപ്പോഴത്തേനും എപ്സിലോൺ യു മാത്രമേ ഉള്ളായിരുന്നു. വേവ് വന്നപ്പോഴാണ് ഈ അഡീഷണൽ ടൈം വന്നത്. അതെന്ന് പറയുന്നത് അക്വസ്റ്റോ ഒപ്റ്റിക് ഇൻട്രാക്ഷൻ മൂലമാണ് അത് വരുന്നത്. അക്വസ്റ്റോ ഒപ്റ്റിക് ഇൻറ്ററാക്ഷൻ മൂലം. ഇവിടെ ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ ഫ്രീക്വൻസിയും കെ എന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റും. ഓക്കെ, അപ്പോൾ നമ്മളൊരു വേവ് കൺസിഡർ ചെയ്തു. അത് ഇസഡ് ഡയറക്ഷനിലാണ് പോകുന്നത്. ആ മീഡിയത്തിൻ്റെ മാത്രം ഡൈഇലക്ട്രിക് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് എപ്സിലോൺ യു ആണ്. ഇൻക്ലൂഡിങ് ദ വേവ് എന്ന് പറയുന്നത് എപ്സിലോൺ യു പ്ലസ് ഡെൽ എപ്സിലോൺ സൈൻ ഒമേഗ ടി മൈനസ് കെ ഇസഡ്. ഈ സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് അക്വസ്റ്റോ ഒപ്റ്റിക് ഇൻട്രാക്ഷൻ മൂലമാണ് വരുന്നത്. അവിടെ ഒമേഗ എന്ന് പറയുന്ന ആംഗുലർ ഫ്രീക്വൻസിയാണ്, കെ എന്ന് പറയുന്ന പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഇൻ സ്കെയിലർ തിയറി ഫീൽഡ് ഇ എന്ന് പറയുന്നത് ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ വേവ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. സ്കെയിലർ തിയറി പ്രകാരം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഒരു വേവ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അത് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ബൈ സ്കെയിലർ തിയറി
E should satisfy the wave equation del square E is equal to mu 0 dou square d by dou t square. ഇവിടെ ഡി എന്ന് പറയുന്നത് അത് മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് റിലേറ്റഡ് ടേമാണ്. ഡി എന്ന് പറയുന്നത് mu 0 E ആണ്, അല്ല എപ്സിലോൺ ഇ ആണ് ഡി എന്ന് പറയുന്നത്. സോ mu 0 dou square എപ്സിലോൺ ഇ ബൈ ഡോ ടി സ്ക്വയർ. ഇവിടെ എപ്സിലോണിൻ്റെ വാല്യൂ നമ്മൾ പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ mu 0 ഇൻറ്റു ഡോ സ്ക്വയർ ബൈ ഡോ ടി സ്ക്വയർ ഓഫ് എപ്സിലോൺ യു പ്ലസ് ഡെൽ എപ്സിലോൺ സൈൻ ഒമേഗ ടി മൈനസ് കെ ഇ സെഡ് ഇൻറ്റു ഇ ഡെൽ സ്ക്വയർ ഇ എന്ന് പറയുന്നത്. സോ ഇനി ഈ ടേംസിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽ സ്ക്വയർ ഇ മൈനസ് mu 0 എപ്സിലോൺ യു ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു mu 0 ഡെൽ എപ്സിലോൺ സൈൻ ഒമേഗ ടി മൈനസ് കെ ഇ സെഡ് ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ. ഇനി ഈ വേവ് എക്സ് ഇസഡ് പ്ലെയിനിലാണ് ട്രാവൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇഫ് ദ വേവ് ട്രാവൽസ് ഇൻ എക്സ് ഇസഡ് പ്ലെയിൻ, അങ്ങനെയാണെങ്കിൽ അവിടെ വൈ ഡിപ്പെൻഡൻസ് ഇല്ല, ദർ ഇസ് നോ വൈ ഡിപ്പെൻഡൻസ്. സോ ഈ ഡെൽ സ്ക്വയർ എന്ന് പറയുന്നത് ഡോ സ്ക്വയർ ഇ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഇ ബൈ ഡോ ഇസഡ് സ്ക്വയർ മൈനസ് mu 0 എപ്സിലോൺ യു ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ ഈക്വൽ ടു, ഇവിടെ സൈൻ ആർഗ്യുമെൻറ്റിന് നമുക്ക് 1/2i e റൈസ് ടു ഐ തീറ്റ മൈനസ് ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ എന്ന് എഴുതാം. സോ 1/2i mu 0 ഡെൽ എപ്സിലോൺ അവിടെ ഉണ്ട്, അടുത്ത സൈനാണ് മാറ്റിയത്. അപ്പം ഇ റൈസ് ടു ഐ ഒമേഗ ടി മൈനസ് കെ സെഡ് മൈനസ് ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ടി മൈനസ് കെ സെഡ് ഇൻറ്റു ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ. ഇത്രയാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിനെ 1 എന്ന് കൊടുക്കാം. ഇനി ഇപ്പോൾ ഇവിടെ ഇ റൈസ് ടു വേവിൻ്റെ ഫോം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഇ റൈസ് ടു ഐ ഒമേഗ ടി മൈനസ് കെ ഇ സെഡ് ആണ്. ഇപ്പോൾ ഇത് നമ്മൾ ലെറ്റസ് അസ്യൂം ദാറ്റ് ദ വേവ് ഈസ് ഇൻ ദ ഫോം ഇ റൈസ് ടു ഐ ഒമേഗ ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ടേംസ് എന്ന് പറയുന്നത് എന്ത് ചേഞ്ച് വരും? ഇത് ഇ റൈസ് ടു ഐ ഇൻറ്റു ഒമേഗ പ്ലസ് ഒമേഗ ടി എന്നും ഇ റൈസ് ടു ഐ ഇൻറ്റു ഒമേഗ മൈനസ് ഒമേഗ ടി എന്നുമായിട്ട് ഈ വേവ് ഫോമിൻ്റെ പാർട്ട് മാറും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ therefore we get waves of frequency omega plus omega and omega minus omega are obtained. പിന്നെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ദ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് E is equal to E0 plus E plus plus E minus ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ്. ഇതിന് 2 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഈ വാല്യൂ ഈ 1 ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് ഇവിടെ ഇയുടെ ടൈംസ് ഉണ്ട്, നമുക്കപ്പോൾ ഇ എന്താണെന്ന് കിട്ടി. ഇ എന്ന് പറയുന്നത് E0 പ്ലസ് ഇ മൈനസ്. ഇവിടെ E0 എന്ന് പറയുന്നത് A0 e റൈസ് ടു ഐ ഒമേഗ ടി മൈനസ് കെ ആർ. ഓക്കെ, A0 e റൈസ് ടു ഐ ഒമേഗ ടി മൈനസ് കെ ആർ.
ഇവിടെ കെ ആറിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ A0 ഇൻറ്റു e⁻i ω t മൈനസ് ആൽഫ എക്സ് മൈനസ് ബീറ്റ ഇസഡ്. ഈ A0 എന്ന് പറയുന്നത് ഈ സോൾലി ഡിപ്പെൻഡൻ്റ് ഓൺ എക്സ് ആൻഡ് ഇസഡ്. വൈ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു, എക്സ് വൈ പ്ലെയിനിലാണ്, എക്സ് ഇസഡ് പ്ലെയിനിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആൽഫ എക്സും ബീറ്റ ഇസഡും വന്നത്. A0 ആണ് ഇവിടെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ് എന്ന് പറയുന്നത്. ഇനി ഇ പ്ലസ് എന്ന് പറയുന്നത്, ഇതിപ്പോൾ E0യുടെ ഫോമാണ് നമ്മൾ ഈ എഴുതിയത്. ഇനി ഇ പ്ലസിൻ്റെ ഫോം എന്ന് പറയുന്നത് e+e⁻i ഇൻറ്റു ω+t മൈനസ് k+r. അതായത് ഇത് ജനറൽ ഫോം ഇത് തന്നെയാണ്, a ഇൻറ്റു e⁻i ω t മൈനസ് kr ആണ് എല്ലാത്തിൻ്റെ ഫോമും. പക്ഷേ പ്ലസ് വരുമ്പോഴത്തേനും പോസിറ്റീവ് ഡയറക്ഷനിലുള്ള ഫീൽഡ് ആകുമ്പോഴത്തേനും ഈ ഇക്വേഷൻ വരും. സോ ഇതിനെ റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ a+e⁻i ഇൻറ്റു ω+ω ഇൻറ്റു താഴത്താണ് ω+ω ഇൻറ്റു t മൈനസ് ആൽഫ പ്ലസ് എക്സ് മൈനസ് ബീറ്റ പ്ലസ് ഇസഡ്. ഇതാണ് ഈ പ്ലസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഈ മൈനസിൻ്റെ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നോക്കിയാൽ a-e⁻i ഇൻറ്റു ω മൈനസ് ω t മൈനസ് ആൽഫ മൈനസ് എക്സ് മൈനസ് ബീറ്റ മൈനസ് ഇസഡ്. ഇനി ഇവിടെ ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ എന്ന് പറയുന്നത് ω²ε μ0 ആണ്. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയറിൻ്റെ വാല്യൂ. സോ ഇത്രയും വാല്യൂസ് ആണ് നമുക്ക് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത്. കാരണം ഇക്വേഷൻ 1 നമുക്ക് ഇ ആണ് വേണ്ടത്. ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് E0 E+E- സമ്മാണ്. സോ അതിൻ്റെ വാല്യൂസാണ് നമുക്കിവിടെ കിട്ടിയത്. സോ ആ വാല്യൂസ് എടുത്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ. അത് കുറച്ച് ലോങ് പ്രോസസ്സാണ്. ഇതിൻ്റെ സോൾവ്ഡ് ആൻസർ എന്ന് പറയുന്നത് നമുക്കൊരു ഫോർമാറ്റിൽ പഠിക്കാം. ഇത് സോൾവ് ചെയ്ത് എക്സാമിന് എഴുതണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഷോർട്ട് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല. സോ ഓൺ സോൾവിങ് നമുക്ക് ആൻസർ കിട്ടുന്നതെന്ന് പറയുന്നത് ബൈ സോൾവിങ്. ഇതിന് ഞാനൊരു പാറ്റേൺ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് വരുന്നതെന്നുള്ളതിന്. അതാണ് പറയാൻ പോകുന്നത്. ഓൺ സോൾവിങ് വി ഗെറ്റ് -2i. കാരണം ഇത് ഡെറിവേറ്റീവ് എടുത്ത് വരുമ്പോഴത്തേനും രണ്ട് ടേംസ് ഒരേപോലെ വരും. അതിൽ നിന്ന് ഒരു മൈനസും ഐ ടേമും കോമൺ എടുത്തു കഴിഞ്ഞാൽ -2i എന്ന് വരും. ബ്രാക്കറ്റിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എക്സ് ഇസഡ് പ്ലെയിനാന്ന് പറഞ്ഞില്ല. അപ്പോൾ എക്സിൽ ആൽഫയും ഇസഡിൽ ബീറ്റയും ഉണ്ട്. എക്സ് എന്ന് പറയുന്നത് ആൽഫ എന്ന് പറയുന്നത്, അപ്പോൾ ഇവിടെ ആൽഫ എന്ന് പറയുന്നത് എക്സിൻ്റെ കൂടെയുള്ള വാല്യൂ ആണ്. സോ ആൽഫ ഇൻറ്റു ഡോ A0/∂x പ്ലസ് ബീറ്റ ഇൻറ്റു ഡോ A0/∂z. ഓക്കെ, ഇത് ഫസ്റ്റ് പാർട്ടിൽ നിന്നാണ് ഇത് വരുന്നത്. 3 പാർട്ടാണ് ഉള്ളത്. അതായത് E0യുടെ ഈ പ്ലസിൻ്റെ ഈ മൈനസിൻ്റെ അതിൽ ഫസ്റ്റ് പാർട്ടാണ് നമ്മളിപ്പോൾ എഴുതുന്നത്. ഇതിൻ്റെ ഡെറിവേറ്റീവ്സ് എടുത്ത് വരുമ്പോൾ രണ്ട് ടേംസ് ഒരേപോലെ വരും. അതിൽ നിന്നൊരു മൈനസും ഒരു ഐയും കോമൺ എടുക്കും. സോ -2i ഇൻറ്റു ഫസ്റ്റ് എക്സിൻ്റെത് ആൽഫ ഡോ A0/∂x, അടുത്തത് ബീറ്റ A0/z. ഇനി ആംഗിൾ ഏതാണ്? ഇതേ ആംഗിൾ തന്നെ. ആംഗിളല്ല, e⁻ ടൈം e⁻i ഇൻറ്റു ω t മൈനസ് ആൽഫ എക്സ് മൈനസ് ബീറ്റ ഇസഡ്. ഓക്കെ, അടുത്ത സെക്കൻഡ് ഈ പ്ലസിൻ്റെ പാർട്ട് എന്ന് പറയുന്നത് -2i ഇൻറ്റു ആൽഫ പ്ലസ് ഡോ A+/∂x പ്ലസ് ബീറ്റ പ്ലസ് ഡോ A+/∂z ഇൻറ്റു ആംഗിൾ ഈ ആംഗിൾ തന്നെ ഇൻറ്റു i ഇൻറ്റു ω പ്ലസ് ω t മൈനസ് ആൽഫ എക്സ് മൈനസ് ബീറ്റ ഇസഡ്. ഓക്കെ, അടുത്ത ടേം എന്ന് പറയുന്നത് ഈ മൈനസിൻ്റെത് ആൽഫ മൈനസ് ഡോ A- /∂x പ്ലസ് ബീറ്റ മൈനസ് ഡോ A-
ഡോ ഇസഡ് ഇൻറ്റു ഇ റേസ് ടു ഐ ഇൻറ്റു ഒമേഗ മൈനസ് ഒമേഗ ടി മൈനസ് ഒമേഗ മൈനസ് എക്സ് മൈനസ് ബീറ്റ മൈനസ് ഇസഡ്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ എൽ എച്ച് എസ് എന്ന് പറയുന്നത്. ഇനി ആർ എച്ച് എസ് എന്ന് പറയുന്നത് ഈക്വൽ ടു -1/2y. ഇവിടെ നമുക്ക് -2y ആയിരുന്നു, ഇവിടെ -1/2y. നമ്മൾ ഇക്വേഷൻ 1 നോക്കിക്കഴിഞ്ഞാൽ 1/2y അവിടെ ഓൾറെഡി ഉള്ളതാണ്. അപ്പോൾ -1/2y μ0 ഡെൽ എപ്സിലോൺ μ0 ഡെൽ എപ്സിലോൺ അത്രയും അവിടെ ഉണ്ട്. അതിനുശേഷം അതേ ആംഗിൾ തന്നെ ഇ റേസ് ടു ഐ ഇൻറ്റു ഒമേഗ ടി മൈനസ് കെ ഇസഡ് മൈനസ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി മൈനസ് കെ ഇസഡ്. അത്രയും പാർട്ട് അതേപോലെ തന്നെ എഴുതി. ഇനി വരുന്നത് ഇൻറ്റു ആണ്. ഇത് ഇൻറ്റു ഈ ടേം ഇൻറ്റു ഒമേഗ സ്ക്വയർ A0. ഫസ്റ്റ് A0 ആണ്. സോ ഒമേഗ സ്ക്വയർ A0 ഇ റേസ് ടു ഐ ഒമേഗ ടി മൈനസ് ആൽഫ എക്സ് മൈനസ് ബീറ്റ ഇസഡ്. അത് നമുക്ക് E0യുടെ ഇ റേസ് ടു ടേമിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. അതായത് ഐ ഇൻറ്റു ഒമേഗ ടി മൈനസ് ആൽഫ എക്സ് മൈനസ് ബീറ്റ ഇസഡ് ആ ടേം തന്നെയാണ് വരുന്നത്. അതിനുശേഷം പ്ലസ് നെക്സ്റ്റ് ഇ പ്ലസിൻ്റെ ടേംസ് അവിടെ വരുന്നത് ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ എ പ്ലസ് ഇ റേസ് ടു ഐ ഇൻറ്റു ഒമേഗ പ്ലസ് ഒമേഗ ടി മൈനസ് ആൽഫ എക്സ് മൈനസ് ബീറ്റ ഇസഡ് പ്ലസ് ഇനി ബാക്കി വരുന്നത് ഒമേഗ മൈനസ് ഒമേഗ സ്ക്വയർ എ മൈനസ് ഇ റേസ് ടു ഐ ഇൻറ്റു ഒമേഗ മൈനസ് ഒമേഗ ടി മൈനസ് ആൽഫ മൈനസ് എക്സ് മൈനസ് ബീറ്റ മൈനസ് ഇസഡ്. ഇതിനെ ഇക്വേഷൻ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഈ ഒരു ഇക്വേഷൻ ഫോം ചെയ്യലാണ് കുറച്ച് ടഫായിട്ടുള്ള പാർട്ട്. സോ അതിൻ്റെ പാറ്റേൺ ആണ് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. നമ്മൾ ആദ്യം ഫസ്റ്റ് ഇക്വേഷൻ, അത് എക്സ് ഇസഡ് പ്ലെയിനിലുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുക. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ് ഇസഡിലുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കണം ബൈ സ്കെയിലാർ തിയറി. അത് കഴിഞ്ഞിട്ട് ഇയുടെ കറസ്പോണ്ടിങ് കമ്പോണൻസ് E0 E പ്ലസ് E മൈനസ് പറയണം, അതിൻ്റെ വാല്യൂസ് പറയണം. അതിനുശേഷം ഓൺ സോൾവിങ് ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഇത് വരുന്നത്. അത് എങ്ങനെയാണ് വരുന്നത്? ഒരു ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ രണ്ട് ടേംസ് ഒരുപോലെ വരും. സോ അതുകൊണ്ട് -2y എന്നിട്ട് -2y കോമൺ എടുക്കും. സോ -2y ഇൻറ്റു ഫസ്റ്റ് ടൈം എക്സിൻ്റെയാണ് വരുന്നത്. സോ എക്സിൻ്റെ കൂടെ ആൽഫ ആണുള്ളത്, ആൽഫ A0 ബൈ എക്സ്. അത് കഴിഞ്ഞ് ഇസഡിൻ്റെ കൂടെ ബീറ്റ ആണുള്ളത്, ബീറ്റ ബൈ A0 എക്സ്. ആംഗിൾ E0യുടെ തന്നെ ഇ റേസ് ടു ഐ ഒമേഗ ടി മൈനസ് ആൽഫ എക്സ് മൈനസ് ബീറ്റ ഇസഡ്. അത് കഴിഞ്ഞ് ഇതേ പാറ്റേണിൽ -2y ആൽഫ പ്ലസ് ഇട്ട് വരും, ആൽഫ പ്ലസ് എ പ്ലസ് ബൈ എക്സ് ബീറ്റ പ്ലസ് എ പ്ലസ് ബൈ ഇസഡ് ഇ റേസ് ടു ഇ പ്ലസിൻ്റെ ആംഗിൾ. ഓക്കെ, ഐ ഒമേഗ പ്ലസ് ഒമേഗ ടി മൈനസ് ആൽഫ പ്ലസ് എക്സ് മൈനസ് ബീറ്റ പ്ലസ് ഇസഡ്. അത് കഴിഞ്ഞ് തേർഡ് ടൈം ഇതേപോലെ തന്നെ മൈനസ് ഇട്ട് വരും. ഈക്വൽ ടു E0യിലുള്ള അതേ വാല്യൂ ആദ്യം വരും, -1/2y വരും, μ0 ഡെൽ എപ്സിലോൺ ഇ റേസ് ടു ആ ആംഗിൾ അത്രയും ടൈം അതുപോലെ തന്നെ വരും, ഇൻറ്റു ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ ആണ്. സോ ഇനി ഇൻറ്റു ഒമേഗ സ്ക്വയർ A0 ഇ റേസ് ടു ഐ ഒമേഗ ടി മൈനസ് ആൽഫ എക്സ് മൈനസ് ബീറ്റ ഇസഡ് പ്ലസ് ഒമേഗ പ്ലസ് ഒമേഗ സ്ക്വയർ എ പ്ലസ് ഇ റേസ് ടു ഐ ഒമേഗ പ്ലസ് ഒമേഗ ടി മൈനസ് ആ ആംഗിൾ അതേപോലെ തന്നെ എഴുതണം, ഏത് ഇ പ്ലസിൻ്റെ ആംഗിൾ. അതിനുശേഷം ഈ മൈനസിൻ്റെ ആംഗിൾ എഴുതി. ഇത്രയാണ് ഇക്വേഷനിൽ നമ്മൾ സോൾവ് ചെയ്തെടുക്കുന്നത്. ഇനി വരുന്നതെന്ന് വെച്ചാൽ ബൈ കമ്പയറിങ് ദ കോഎഫിഷ്യൻ്റ് ഓഫ്
e raised to I omega t and e raised to I omega plus omega t, comma e raised to I omega minus omega t. ഈ മൂന്ന് ആംഗിൾസിൻ്റെ കോഎഫിഷ്യൻറ്റ് കമ്പയർ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ഉണ്ടാവും മൈനസ് 2i ഇൻറ്റു ആൽഫ ഡോ a0 ബൈ ഡോ എക്സ് പ്ലസ് ബീറ്റ ഇൻറ്റു ഡോ a0 ബൈ ഡോ ഇസഡ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ ആൽഫ എക്സ് പ്ലസ് ബീറ്റ ഇസഡ്. ഓക്കെ, കാരണം ഐ ഒമേഗ ടി പോകും, ബാക്കിയുള്ള ടേംസാണ് വരുന്നത്. അത് ഈക്വൽ ടു എന്താണ് വരുന്നത് നോക്കാം. പ്ലസ് ഓർ മൈനസ് 1/2i ഒമേഗ സ്ക്വയർ മ്യൂ സീറോ ഡെൽ എപ്സിലോൺ a0 ഇ റൈസ് ടു മൈനസ് ഐ ആൽഫ എക്സ് പ്ലസ് ബീറ്റ പ്ലസ് ഓർ മൈനസ് കെ ബീറ്റ പ്ലസ് ഓർ മൈനസ് കെ ഇൻറ്റു ഇസഡ്. ഇവിടെ ബീറ്റയുടെ ശേഷം ഈ പ്ലസ് ഓർ മൈനസ് മേളിലാണ് വരുന്നത്, ബീറ്റയുടെ സഫിക്സ് ആയിട്ടല്ല. സോ കോഎഫിഷ്യൻറ്റ് ഇ റൈസ് ടു ഐ ഒമേഗ ടിയുടെയും ഇ റൈസ് ടു ഐ ഒമേഗ പ്ലസ് ഒമേഗ ടിയുടെയും ഇ റൈസ് ടു ഐ ഒമേഗ മൈനസ് ഒമേഗ ടിയുടെയും കോഎഫിഷ്യൻസ് തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടൈം അതുപോലെ തന്നെ വരും. -2i ആൽഫ a0 ax ബീറ്റ a0 z ഇ റൈസ് ടു ഐ ഒമേഗ ടി പോയി, ബാക്കിയുള്ളത് ഇ റൈസ് ടു മൈനസ് ഐ ആൽഫ എക്സ് പ്ലസ് ബീറ്റ ഇസഡ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1/2i നമുക്ക് ഓൾറെഡി അറിയാം. പിന്നെ ഒമേഗ സ്ക്വയർ മ്യൂ സീറോ ഡെൽ എപ്സിലോൺ a0 ഇ റൈസ് ടു മൈനസ് ഈ ടൈം ഐ ഒമേഗ ടി ഓൾറെഡി പോയി, മൈനസ് പുറത്തോട്ടെടുത്ത് ആൽഫ എക്സ് അതുപോലെയുണ്ട്, ബീറ്റയുടെ കൂടെ പ്ലസ് ഓർ മൈനസ് കെ വരുന്നു ഇസഡ്. ഇത്രയാണ് അത് നമ്മൾ സോൾവ് ചെയ്ത് കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി ഇൻ ഇക്വേഷൻ 2 വി ഹാവ് ഒമേഗ പ്ലസ് ഓർ മൈനസ് ഒമേഗ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു omega square. When capital omega is very less than the small omega, we have the time is equal to small omega square. So in equation 1 ലും 2 in equation 1 and 2 we have both x and z dependence. Both in equation 1 and 2 we have dependence on both x and z. So it is very difficult to solve. In this case it is very difficult to solve this equation. Very difficult to solve. So we consider two extreme cases. Two extreme cases are considered. നമുക്കിപ്പോൾ ഇക്വേഷൻസ് എല്ലാം ഡിറൈവ് ചെയ്ത് കിട്ടി. ഈ രണ്ട് ഇക്വേഷനിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്സ് ഇസഡ് ഡിപ്പെൻഡൻസ് ഉണ്ട്, എക്സും ഇസഡും ഡിപ്പെൻഡൻസ് എല്ലായിടത്തും വരുന്നുണ്ട്. സോ പക്ഷേ ഇങ്ങനെയുള്ള കേസിൽ ഈ രണ്ട് വേരിയബിൾസും സോൾവ് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മളൊരു രണ്ട് കേസ് കൺസിഡർ ചെയ്യുകയാണ്. അതിൽ ഒരെണ്ണത്തിൽ കേസ് 1 അക്വസ്റ്റിക് വേവ് എന്ന് പറയുന്നത്, അക്വസ്റ്റിക് വേവ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ the acoustic wave is perpendicular to the incident light. Acoustic wave is perpendicular to incident light. അതായത് ഇങ്ങനെയാണ് നമ്മുടെ ലേസർ ലൈറ്റ് സോഴ്സിൽ നിന്ന് വരുന്നതെന്നുണ്ടെങ്കിൽ അത് വേവ്സിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് വീഴുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ സ്മോൾ ബ്രാഗ് ആംഗിൾ ഡിഫ്രാക്ഷൻ എന്ന് പറയും. സ്മോൾ ബ്രാഗ് ആംഗിൾ diffraction, small angle Bragg diffraction. ഇവിടെ നമുക്ക് ഇസഡ് ഡിപ്പെൻഡൻസ് നെഗ്ലക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഇസഡ് ഡിപ്പെൻഡൻസ് നെഗ്ലക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇസഡ് ഡിപ്പെൻഡൻസ് ഈസ് നെഗ്ലക്റ്റഡ്.
സോ ഫസ്റ്റ് കേസിൽ അക്വസ്റ്റിക് വേവ് അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് അക്വസ്റ്റിക് വേവിന് പെർപെൻഡിക്കുലറാണ്. അതുകൊണ്ട് തന്നെ അതിന് സ്മോൾ ബ്രാഗ് ആംഗിൾ ഡിഫ്രാക്ഷൻ എന്ന് പറയും. അവിടെ ഇസഡ് ഡിപ്പെൻഡൻസ് നെഗ്ലക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത കേസ് എന്ന് പറയുന്നത് അക്വസ്റ്റിക് വേവ് ഈസ് along the medium. Acoustic wave is along the direction of propagation. അതായത് വരുന്ന ലൈറ്റിന് പാരലായിട്ട് നമ്മുടെ അക്വസ്റ്റിക് വേവും പോവുകയാണെങ്കിൽ, അതായത് ഇൻസിഡൻറ്റ് ലൈറ്റും അക്വസ്റ്റിക് വേവും പാരലായിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ, ഇങ്ങനെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ലാർജ് ബ്രാഗ് ആംഗിൾ ഡിഫ്രാക്ഷൻ എന്ന് പറയും. ലാർജ് ബ്രാഗ് ആംഗിൾ ഡിഫ്രാക്ഷൻ. ഇവിടെ നമുക്ക് എക്സ് ഡിപ്പെൻഡൻസ് നെഗ്ലക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. The X dependence is neglected. സോ ഇത്രയാണ് നമുക്ക് ബ്രാഗ്സ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചതെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ബ്രാഗ്സ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് സിംഗിൾ ഓർഡർ ഡിഫ്രാക്ഷൻ ആണ്. രാമൻനാഥ് ഡിഫ്രാക്ഷൻ വാസ് മൾട്ടിപ്പിൾ ഓർഡർ ഡിഫ്രാക്ഷൻ. ഇവിടെ വോളിയം ഗ്രേറ്റിംഗ് ആണ് സംഭവിക്കുന്നത്. രാമനിൽ ഫേസ് ഗ്രേറ്റിംഗ് ആയിരുന്നു. ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് L ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ λ² n0 ഡിവൈഡഡ് ബൈ 2π λ0. അക്വസ്റ്റിക് നമ്മൾ ഇസഡ് ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു അക്വസ്റ്റിക് വേവ് കൺസിഡർ ചെയ്തു. അതൊരു പീരിയോഡിക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഗ്രേറ്റിംഗ് അവിടെ സംഭവിക്കും. മീഡിയത്തിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് എപ്സിലോൺ യു ആണ്. അതിന് അക്വസ്റ്റിക് വേവ് ഉൾപ്പെടെയുള്ള എടുക്കുമ്പോൾ അത് എപ്സിലോൺ ആകും. അതിൻ്റെ ഫോർമുലയാണ് എപ്സിലോൺ യു പ്ലസ് ഡെൽ എപ്സിലോൺ സൈൻ ω t മൈനസ് കെ ഇസഡ്. ഈ സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് അക്വസ്റ്റോ ഒപ്റ്റിക് ഇൻട്രാക്ഷൻ മൂലമാണ് വരുന്നത്. ഇവിടെ ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ ഫ്രീക്വൻസിയും കെ എന്ന് പറയുന്നത് പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻറ്റും. ഇനി സ്കെയിലാർ തിയറി പ്രകാരം ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. del² E എന്ന് പറയുന്നത് μ0 δ² d/t². അവിടെ ഡി എന്ന് പറയുന്നത് എപ്സിലോൺ ഇ ആണ്. സോ എപ്സിലോണിൻ്റെ വാല്യൂ നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. എക്സ് ഇസഡ് പ്ലെയിൻ വരുമ്പോഴത്തേനും del² വരും, δ² ∂x²ഉം δ² ∂z² വരും. എന്നിട്ട് ആ ഇക്വേഷനിൽ നമ്മൾ ആംഗിള് ഇവിടെ e⁻⁻t മൈനസ് കെ ഇസഡ് ആണ്. ഇനി അത് e⁻⁻t ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒമേഗ പ്ലസ് ഒമേഗയും ഒമേഗ മൈനസ് ഒമേഗയും കിട്ടും. സോ ഫ്രീക്വൻസി വേവ്സ് ഓഫ് ഫ്രീക്വൻസി ഒമേഗ പ്ലസ് ഒമേഗ ആൻഡ് ഒമേഗ മൈനസ് ഒമേഗ ആർ ഒബ്റ്റൈൻഡ്. ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് E0 പ്ലസ് E0 മൈനസ് E0 പ്ലസ് ഇ പ്ലസും ഇ മൈനസിൻ്റെ സമ്മാണ്. സോ അതിൻ്റെ വാല്യൂസ് E0യുടെ ഇ പ്ലസിൻ്റെ ഇ മൈനസിൻ്റെ വാല്യൂസ് നമ്മൾ എഴുതി. അതെന്ന് പറയുന്നത് A ഇൻറ്റു e⁻ വാല്യൂ ആണ്. A ഇൻറ്റു e⁻⁻t മൈനസ് കെ ആർ. അതിന് കറസ്പോണ്ടിങ് വാല്യൂസ് ഇവിടെ ഫസ്റ്റ് ടൈമിൽ A0യുടെ കാര്യത്തിൽ ഒന്നുമില്ലാതെ വരും. ഇ പ്ലസിൻ്റെ കാര്യത്തിലാണെങ്കിൽ പ്ലസ് ω t വെച്ചിട്ട് വരും. ഇ മൈനസിൻ്റെ കാര്യത്തിലാണെങ്കിൽ അത് മൈനസ് ω t ടൈംസിൽ വരും. സോ ഇനി സോൾവ് ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഈ വാല്യൂസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പാറ്റേണിലാണ് അതിൻ്റെ സൊല്യൂഷൻ കിട്ടുന്നത്. അതെങ്ങനെയാണ് വരുന്നത്? ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ രണ്ട് ടേം ഒരുപോലെ ഉണ്ട്. സോ -2y നമ്മൾ കോമൺ എടുക്കും ഇൻറ്റു എക്സിൻ്റെ ടൈം ആൽഫയാണ് എക്സിൻ്റെ കൂടെ വരുന്നത്. സോ ആൽഫ A0/x ബീറ്റ A0/z നമുക്ക് A0യുടെ കേസിലുള്ള അതേ ആംഗിൾ തന്നെയാണ്. അത് കഴിഞ്ഞ് -2y എഗെയിൻ ആൽഫ എക്സ് അത്രയും ടൈം പ്ലസ് ഇട്ട് വരും, കാരണം ഈ പ്ലസിൻ്റെ ടൈംസ് ആണത്. അത് കഴിഞ്ഞ് e⁻i ഒമേഗ പ്ലസ് ω t മൈനസ് ഒമേഗ പ്ലസ് എക്സ് മൈനസ് ബീറ്റ പ്ലസ് ഇസഡ്. അതും ഇ പ്ലസിൻ്റെ കേസിലുള്ള ആംഗിളാണ്. അതുപോലെ തന്നെ ഇ മൈനസിൻ്റെയും വരും. ഈക്വൽ ടു വരുന്ന ടൈം ഈ ഫസ്റ്റ് ഇക്വേഷനുള്ള, അതായത് -1/2y ഒരു മൈനസ് വരുമെന്നുള്ളൂ. -1/2y μ0 എപ്സിലോൺ അതുപോലെ ഉണ്ട്. ഈ ടേമും ആംഗിളും അതുപോലെ തന്നെ വരും. അതിന് ശേഷം ഇൻറ്റു δ² E/dt² ആണ്. സോ ω² A0 ഫസ്റ്റ് അതേ ആംഗിൾ തന്നെയാണ്. അതിനുശേഷം പ്ലസ് ഒമേഗ പ്ലസ് ω². ഇവിടെ ω² മാത്രമായിരുന്നെങ്കിൽ സെക്കൻഡിൽ ഒമേഗ പ്ലസ് ഒമേഗ വരും.
ഈ പ്ലസ് എന്ന് പറയുന്നത് ഈ ഒമേഗയുടെ സഫിക്സ് ആണ്. അത് ഈ ടൈം പോലെ തന്നെ വരും. ആംഗിൾ ഈ പ്ലസിൻ്റെ വരും, അതുപോലെ തന്നെ ഈ മൈനസിൻ്റെയും വരും. ഇനി ഇ റൈസ് ടു ഐ ഒമേഗ ടിയുടെ ഇ റൈസ് ടു ഐ ഒമേഗ പ്ലസ് ഒമേഗ ടിയുടെയൊക്കെ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ ഈ ഫോമിലോട്ട് മാറും. അതായത് ഫസ്റ്റ് ടൈംസ് മാത്രമേ വരത്തുള്ളൂ. ഫസ്റ്റ് ടൈമിൽ ഇത് ഇത്രയും വരും. ഇവിടെ ഐ ഒമേഗ ടി പോകും, കാരണം അതിൻ്റെ കോഎഫിഷ്യൻസാണ് കമ്പയർ ചെയ്തത്. സോ ഐ ഒമേഗ ടി പോയിട്ടുള്ള ഇക്വേഷൻ ഇത് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ്. ഇവിടെ മൈനസ് മാത്രമായിരുന്നു, സോ നമുക്ക് പ്ലസ്സോ മൈനസോ ഇവിടെ വരാം. ഇൻറ്റു ഇതെല്ലാം പോയി ഈ ടൈം ഒമേഗ സ്ക്വയർ മ്യൂ സീറോ ഡെൽ എപ്സിലോൺ എ സീറോ ഇ റൈസ് ടു ഐ ഒമേഗ ടി പോയിട്ടുള്ള ടൈം മൈനസ് ഐ പുറത്തോട്ടെടുത്ത് ആൽഫ എക്സ് പ്ലസ് ബീറ്റയുടെ കൂടെ കെയും വന്നു, പ്ലസ് ഓർ മൈനസ് കെ ഇസെഡ്. സോ ഈ ഇക്വേഷൻ ടൂവിൽ നമുക്ക് ഒമേഗ പ്ലസ് ഓർ മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് ഒമേഗ സ്ക്വയർ തന്നെ കിട്ടും, കാരണം ക്യാപിറ്റൽ ഒമേഗ എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ്. പക്ഷേ എല്ലാ ഇക്വേഷനിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ് ഇസെഡ് ഡിപ്പെൻഡൻസ് ഉണ്ട്. സോ നമുക്ക് ഈ കേസ് ഡിഫിക്കൽട്ട് ടു സോൾവ് ആണ്, 2 വേരിയബിൾ ഉള്ളതുകൊണ്ട്. സോ 2 കേസസ് ആർ കൺസിഡേർഡ്. ഒന്നിൽ അക്വസ്റ്റിക് വേവ് എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് ലൈറ്റുമായിട്ട് പെർപെൻഡിക്കുലർ ആണ്. അതിന് സ്മോൾ ബ്രാഗ് ആംഗിൾ ഡിഫ്രാക്ഷൻ എന്ന് പറയും. അവിടെ ഇസെഡ് ഡിപ്പെൻഡൻസ് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. So it is easily solved. ഇവിടെ Z dependence is neglected for A0 and A plus and minus. ഇനി അക്വസ്റ്റിക് വേവ് പാരലായിട്ട് അക്വസ്റ്റിക് വേവ് ഇസ് പാരലൽ ടു ദ ഇൻസിഡൻറ്റ് ലൈറ്റിൽ ലാർജ് ബ്രാഗ് ആംഗിൾ ഡിഫ്രാക്ഷൻ ആണ് അവിടെ സംഭവിക്കുന്നത്. സോ ഇവിടെ എക്സ് ഡിപ്പെൻഡൻസ് ഈസ് നെഗ്ലക്റ്റഡ് ഫോർ A0 ആൻഡ് A plus മൈനസ്. ഇതാണ് ബ്രാഗ്സ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്.